മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നതും ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും ജനറൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം അറിഞ്ഞിരിക്കണം. സാധാരണ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² + x + 1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇക്വേഷനാണ്. അതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞ വേരിയബിളാണ്. y² + 5y + 7 = 0 ഒരു ഇക്വേഷനാണ്. അതിലെ വേരിയബിൾ എന്ന് പറയുന്നത് y ആണ്. ഇതുപോലെ sin² x + cos x = 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനിലെ വേരിയബിൾ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് വേരിയബിൾ ആയിട്ട് നിലനിൽക്കുന്നതെങ്കിൽ അത്തരം എല്ലാ ഇക്വേഷൻസുകളെയും നമുക്ക് എന്ത് വിളിക്കാം? ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം പറയാം. 3 sin² x + 4 sin x + 7 = 0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ sin x ആണ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആശയമായിട്ട് മാറുന്നു. പിന്നെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം പറയുമ്പോൾ ഏത് ഇക്വേഷൻ നമ്മൾ എഴുതിയാലും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലാണ് വേരിയബിൾ വരുന്നതെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യമാകുന്ന വിലകൾ കണ്ടെത്തുക. വൈ ആണെങ്കിൽ വൈ. അതുപോലെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് വരിക. ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്ന ആശയം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ നമ്മൾ കണ്ടെത്തുന്ന വാല്യൂസുകൾ എക്സിനും വൈക്കും ഒക്കെ നമുക്ക് കിട്ടുന്നത് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക ആംഗിൾസുകളാണ് കിട്ടുക. ഈ ആംഗിൾസുകൾ 0 ≤ x < 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണെന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷൻസുകളെ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്നാണ് പറയുക. ഇനി നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൽ ഇൻറ്റിജർ n എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ അത്തരം സൊല്യൂഷൻസുകൾ എന്താണ്? ജനറൽ സൊല്യൂഷനാണ്. അതിന് ബന്ധപ്പെട്ട ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ഫോർമുല ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സൈനിൻ്റെ വാല്യൂ 0 ആകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് sin x 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? x = nπ, n belongs to z. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കൂ. ഇത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. കൂടാതെ ഇവിടെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഞാൻ സൊല്യൂഷൻ എഴുതിയപ്പോൾ അതിൽ എന്ത് വന്നിട്ടുണ്ട്? n എന്ന് പറയുന്ന ടേം വന്നിട്ടുണ്ട്. ഇങ്ങനെ n എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് n-ന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് ഓരോ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. n എന്ന് പറയുന്നത് ഇസഡിലാണ് കിടക്കുന്നത്. അപ്പോൾ കുറേ സൊല്യൂഷൻസുകൾ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് ശരിക്കും എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ എല്ലാ വാല്യൂസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ n എന്ന് പറയുന്ന ടേം വരുന്ന രീതിയിൽ നമ്മൾ സൊല്യൂഷനുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ സൊല്യൂഷനും കിട്ടും. എന്നാൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 2π എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനകത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസറുകൾ കയറി കിടക്കുന്നത്. അതിൻ്റെ പുറത്തേക്കുള്ളത് നമ്മൾ എടുക്കാറില്ല. പുറത്തേക്ക് വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫോർമുലാസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്കാക്കി മാറ്റാറുണ്ട്. ഇതാണ് ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 തിയറംസുകൾ പറയാനുണ്ട്. ആ 3 തിയറംസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജനറൽ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. എന്നാൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ sin x എന്ന് പറയുന്ന ആശയത്തിലാണ് നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ നിലനിൽക്കുന്നതെങ്കിൽ എക്സിന് സാധ്യമാകുന്ന വിലകളാണ് നമ്മളവിടെ കണ്ടെത്തുക. അതെല്ലാം ആംഗിൾ മെഷർമെൻറ്റ്സ് ആണ് വരുന്നത്. അത് 0 2π എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ 2 സൊല്യൂഷൻസുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പെട്ടെന്നൊന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു നോക്കാം. ഇക്വേഷൻസ് ഇൻവോൾവിംഗ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് എ വേരിയബിൾ ആർ കാൾഡ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻസുകളിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുകൾ വേരിയബിൾ ആയിട്ട് വരുമ്പോൾ അതിന് എന്ത് പറയാം? ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയാം. ദ സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഫോർ വിച്ച് 0 < x < 2π ആർ കാൾഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. 0 2π, ഈ 0 എന്ന് പറഞ്ഞ പോർഷൻ തന്നെയാണ് 2π വരിക. അതാണ് അവിടെ = എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാത്തത്. അപ്പോൾ 0 2π എന്ന് പറയുന്നതിൻ്റെ ഇടയിലുള്ള വാല്യൂസും 0യും ഉൾപ്പെടുന്ന കാര്യമാണ് ഇവിടെ വരുന്നത്. അതാണ് എക്സ് കിട്ടുന്നത് എങ്കിൽ അത്തരം സൊല്യൂഷൻസുകളെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നു. ദ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് ഇൻറ്റിജർ n വിച്ച് ഗീവ്സ് ആൾ സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഈസ് കാൾഡ് ജനറൽ സൊല്യൂഷൻ. ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ മൊത്തം സൊല്യൂഷൻസും കിട്ടുന്ന രീതിയിലാണ് സൊല്യൂഷൻ നിൽക്കുന്നതെങ്കിൽ അത് ജനറൽ സൊല്യൂഷൻ ആണ്.
അതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ടേം വന്നാൽ മതി, n എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കയറി വന്നാൽ മതി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ നോക്കിയാൽ കാണുകയും ചെയ്യുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു കഴിയുകയും ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ sin x = √3/2. നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നതിന് മുൻപേ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക. ഏത് ടഫായ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാനോ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണാനോ ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. പ്രീവിയസ് ഇയറിലുള്ളത് നോക്കിയാൽ ഭൂരിഭാഗം ചോദ്യ പേപ്പറിലും ഈ ഒരു സെക്ഷനിൽ നിന്ന്, ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. sin x എന്ന് പറയുന്നത് √3/2 ആണ്. നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആണ് ഇതിനെ കണ്ടുപിടിക്കാനുള്ളത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന് സാധ്യമാകുന്ന രണ്ട് ആംഗിൾസുകൾ കണ്ടുപിടിക്കുക. ആ രണ്ട് ആംഗിൾസും 0-2π എന്ന് പറയുന്ന ഇൻ്റർവെലിനകത്തായിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വാല്യൂ ടേബിൾ മെഷർമെൻറ്റ് പ്രകാരം നമുക്കറിയാമെന്ന് പറഞ്ഞാണ് എഴുതുന്നത്. വി നോ ദാറ്റ് sin π/3 = √3/2. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്നത് ഒരു വാല്യൂ എവിടെയാണ് വരുന്നത്, π/3 ആണ് എന്ന് പറയാം. അത് ടേബിൾ എന്ന് പറയുന്ന ആശയം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്ന കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോർമുല എടുക്കുകയാണ്. സൈനിൻ്റെ കേസുകൾ വരുമ്പോൾ എപ്പോഴും രണ്ടാമത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് സ്ഥിരം ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയാണ് നമ്മൾ പറയുന്നത് sin π - x = sin x. ഈ ഫോർമുലയാണ് നമ്മൾ എടുക്കുക. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയും, എക്സിന് π/3 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യും. എക്സിന് π/3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, √3/2 എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് √3/2 എന്ന് പറഞ്ഞ ആശയം കിട്ടുകയും വേണം, അത് 0-2π എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരികയും വേണം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോർമുല ഇതാണ്, sin π - x = sin x. ഇനി എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക, π/3 കൊടുക്കുക. π/3 കൊടുക്കുമ്പോൾ sin π - π/3 ഫോർമുല പ്രകാരം എന്താണ്, sin π/3 ആണ്, അതായത് √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, π - π/3 ആണെന്ന് പറയാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ /1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3π - π /3 which is equal to 2π/3. 2π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരിക, π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ഇൻറ്റു 2 120 ഡിഗ്രിയാണ് വരിക. അത് എവിടെ തന്നെയാണ്, 0-360 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻസുകൾ കിട്ടി. അത് രണ്ടും ഈ ഇൻ്റർവെലിനകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore principal solutions are π/3, 2π/3. രണ്ടാമത്തെ ചോദ്യം, tan x = -1/√3 എന്നാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ടാൻ എന്ന് പറയുന്ന ആശയത്തിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടേബിളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1/√3 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ 1/√3 നിങ്ങൾക്ക് കാണാം. അത് ഏത് മെഷർമെൻറ്റിലാണ് വരുന്നത്, 30 ഡിഗ്രി അഥവാ π/6 വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ടേബിളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടില്ല. ടാനിന് ഇവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, -1/√3 എന്ന് പറയുന്ന ആശയം കണക്ട് ചെയ്യുന്ന ആംഗിൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യം എന്താണ്, we know that tan π/6 is equal to 1/√3 and ഒരു ഫോർമുലയാണ് അടുത്ത് നമ്മൾ എഴുതുന്നത്, tan π - x = -tan x. tan എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നെഗറ്റീവിലാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല അതാണ്. tan π - x എന്ന് പറയുന്നത് -tan x തുല്യമാണ്. അവിടുത്തെ എക്സിന് പകരം നിങ്ങൾ ഇനി π/6 എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ tan π - π/6 ഫോർമുല പ്രകാരം എന്താണ്, -tan π/6 ആണ്. അതായത് tan π/6 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ -1/√3 കിട്ടുന്നത് ഏത് ആംഗിൾ വരുമ്പോഴാണ്, π - π/6 വരുമ്പോഴാണ്.
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൈ മൈനസ് പൈ ബൈ 6 ആയിരിക്കണം. ബൈ 1 കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 പൈ മൈനസ് പൈ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 5 പൈ ബൈ 6. ഇപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം. ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല tan പൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു tan എക്സ്. കാരണം ടാൻ എന്ന് പറയുന്നതിന്റെ പീരീഡ് ആണ് പൈ എന്ന് പറയുന്ന കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? tan പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan എക്സിന് തുല്യമാണെന്ന് പറയാം. ഈ എക്സ് എന്ന് പറയുന്ന ആശയത്തിന് പകരം 5 പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് tan പൈ പ്ലസ് 5 പൈ ബൈ 6 ഈക്വൽ ടു ഫോർമുല പ്രകാരം എന്താ വരിക? tan 5 പൈ ബൈ 6 ആ വരിക. tan 5 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? -1/√3 തുല്യമാണ്. അപ്പം -1/√3 കിട്ടുന്ന രണ്ടാമത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് പൈ പ്ലസ് 5 പൈ ബൈ 6 which is equal to 6 pi plus 5 pi divided by 6 which is equal to 11 pi by 6. ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എത്രയാണ് വരിക? 30 × 5 ആണ് വരിക, അതായത് 150 ഡിഗ്രി അതിനകത്താണ്. ഇവിടെയാണ് വരുന്നതെങ്കിലോ 11 × 30 ഡിഗ്രി ആണ് വരിക, 330 ഡിഗ്രി ആണ് വരിക. അതും ഇതിനകത്ത് തന്നെയാണ്, 0-360 എന്ന് പറഞ്ഞ ഇൻട്രോലിനകത്ത് തന്നെയാണ്. അപ്പോൾ രണ്ട് സൊല്യൂഷൻസുകളാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ഇത് തന്നെയാണ് എന്ത് വരിക? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമായിട്ട് വരിക. Therefore, principal solutions are 5 pi by 6, 11 pi by 6. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് cosec x equal to -2 ആണ്. cosec x എന്ന് പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ സൈനുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് നേരെ കൊസീക്കിലേക്ക് വരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് നെഗറ്റീവായ വാല്യൂസ് എന്ന് പറയുന്നത് കിട്ടുക നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയതുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതായത് cosec x 2 ആകുന്നത്, cosec x 2 ആകുന്നത് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അതിൻ്റെ റെസിപ്രോക്കലായ sin x എന്ന് പറയുന്നത് 1/2 ആകുന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. sin x 1/2 ആകുന്നത് പൈ ബൈ 6ലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം എഴുതിയേക്കാണ്. വി നോ ദാറ്റ് cosec പൈ ബൈ 6 ഈക്വൽ ടു 2. sin പൈ ബൈ 6 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ cosec പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/1 അഥവാ 2 എന്ന് പറയുന്ന ആശയം വരുന്നു. അത് നമുക്ക് അറിയാം എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. അപ്പോൾ cosec പൈ ബൈ 6 എന്ന് പറയുന്ന കാര്യം എന്താണ്? 2 ആണ് വരുന്നത്. സൈനിൽ ഏതൊക്കെ ഫോർമുലാസ് ആണോ ഉള്ളത് അതേ ഫോർമുലാസുകളാണ് കൊസീക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല cosec പൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് cosec x. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. സൈന് നെഗറ്റീവ് കൊണ്ടുവരാനുള്ള ഒരു ഫോർമുലയാണ് അത്. ആ ഫോർമുല തന്നെയാണ് ഇവിടെ വരുന്നത്. സൈനിന് പകരം ഞാൻ എന്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, cosec എന്ന് പറയുന്ന കാര്യം എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സിന് പകരം പൈ ബൈ 6 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ cosec പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു മൈനസ് cosec പൈ ബൈ 6 വരും. മൈനസ് cosec പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ -2 എന്ന് പറയുന്ന കാര്യം കിട്ടുന്നത് പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറഞ്ഞ മെഷർമെന്റിലാണ്. എക്സ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് പൈ ബൈ 6. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 പൈ പ്ലസ് പൈ ഓൾ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 7 പൈ ബൈ 6. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യേണ്ട ഫോർമുല cosec 2 പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് cosec x. അതായത് സൈൻ 2 പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അതേ ലോജിക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സിന് പകരം നിങ്ങൾ പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. മുമ്പത്തെ പോലെ അല്ല, ചെറിയൊരു വ്യത്യാസം കൂടെ ഫീൽ ചെയ്യുന്നത് കാണാം. നിങ്ങൾ cosec 2 പൈ മൈനസ് എക്സിന് പകരം എന്താ അപ്ലൈ ചെയ്യുക? പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് cosec എന്താ വരിക? പൈ ബൈ 6 തന്നെയാണ്, അതായത് -2 ആണ് വരിക. അപ്പോൾ -2 കിട്ടുന്ന അടുത്ത മെഷർമെന്റ് ഏതാ വരുന്നത്? 2 പൈ മൈനസ് പൈ ബൈ 6 എന്ന് പറയുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 12 പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 11 പൈ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂസ് ഏതൊക്കെ വരിക? 7 പൈ ബൈ 6ഉം 11 പൈ ബൈ 6ഉം ആണ് വരിക. മുൻപേ നമ്മൾ ഇവിടെ കണ്ടെത്തിയ അതേ ആംഗിളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൽ അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല cosec 2 പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് cosec x ആണ്. ആ എക്സിന്റെ സ്ഥാനത്താണ് എന്ത് കൊടുക്കേണ്ടത്? പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് 11 പൈ ബൈ 6 എന്ന് പറയുന്ന വാല്യൂ കിട്ടുകയും ചെയ്യുന്നു.
ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞത്. ഇത് വർക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസുകളുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഏത് മെഷർമെന്റിലാണ് വാല്യൂ വരുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സൈൻ പൈ പ്ലസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ്, കോസ് പൈ പ്ലസ് എക്സ്, കോസ് 2π മൈനസ് എക്സ്, അങ്ങനെ കുറേയധികം ഫോർമുലാസുകൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോർമുലാസുകളുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കയറി വരുന്നുണ്ട്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയതുകൊണ്ട് 0 to π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഫോർമുലാസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് ആക്കുന്നത്. ഇവിടെയൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസുകൾ തരുമ്പോൾ നെഗറ്റീവ് ഉള്ള വാല്യൂസ് തരികയാണെങ്കിലും അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ടേബിളിലുള്ള വാല്യൂസുമായി കണക്റ്റ് ആവുന്ന രീതിയിലുള്ളത് മാത്രമേ തരികയുള്ളൂ. നെഗറ്റീവ് മാറ്റി നിർത്തിയാൽ മറ്റേത് ഏത് മെഷർമെന്റിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നീട് മൈനസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലാസുകൾ കണക്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക തന്നെ വേണം. ആ ഫോർമുലാസുകളുടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ അതിലെ 3 ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. സാധാരണയായി ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാറുള്ളതും. ഇനി ഇതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തുമ്പോഴാണ്. അവിടെ നമ്മൾക്ക് എക്സിൻ്റെ ഒരു വാല്യൂ മാത്രമേ കാണേണ്ടതുള്ളൂ. ഇവിടെ ആകുമ്പോൾ 2 വാല്യൂ കാണാനുണ്ട്, അവിടെ ആകുമ്പോൾ ഒരു വാല്യൂ മാത്രമേ കാണേണ്ടി വരുള്ളൂ. അപ്പം നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ജനറൽ സൊല്യൂഷൻ്റെ ആശയം പറയുന്നതിന് മുൻപേ 3 തിയറംസുകൾ നമുക്ക് പറയാനുണ്ട്. 3 തിയറംസ് എന്ന് പറയുന്ന ആശയം 3 റിസൾട്ടുകൾ തന്നെയാണ്. അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഫോർ എനി റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഏത് റിയൽ നമ്പർ ആണെങ്കിലും സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഹോൾ റേസ് ടു എൻ വൈ കോമ എൻ ബിലോങ്സ് ടു സെറ്റ്. ഈ ഒരു റിസൾട്ട് അതുപോലെ നിങ്ങൾ പഠിക്കണം. സൈനിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് എക്സിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂ റിസൾട്ടിലെ വൈ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് അപ്ലൈ ചെയ്യും. ഇത്രയാണ് നമ്മളവിടെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ കോസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഫോർ എനി റിയൽ നമ്പേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് വൈ കോമ എൻ ബിലോങ്സ് ടു സെറ്റ്. ഇവിടെയൊക്കെ നമ്മൾ എക്സിൻ്റെ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ആ വാല്യൂ ആണ് വൈൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. ടാനിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇഫ് എക്സ് കോമ വൈ ആർ നോട്ട് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2, π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് നമ്മളത് നോട്ട് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്നുള്ള ആശയം പറയുന്നത്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു nπ പ്ലസ് വൈ കോമ എൻ ബിലോങ്സ് ടു സെറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫോർമുല 3 കാര്യങ്ങളും പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു -√3/2. സൈൻ എക്സ് ഈക്വൽ ടു -√3/2 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ കാണുക, അഥവാ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് √3/2 എന്ന് പറഞ്ഞ വാല്യൂ സൈനിന് കിട്ടുന്ന മെഷർമെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അത് വരുന്നത് ഏത് മെഷർമെൻറ്റിലാണ്? π/3 എന്ന് പറഞ്ഞ മെഷർമെൻറ്റിലാണ്. അപ്പോൾ നമുക്കത് അറിയാമെന്ന് പറഞ്ഞ് എഴുതും. അതിനുശേഷം സൈനിന് നെഗറ്റീവ് കൊണ്ടുവരണമെങ്കിൽ തൊട്ട് മുൻപേ ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ 2 കാര്യം നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. വി നോ ദാറ്റ് സൈൻ π/3 ഈക്വൽ ടു √3/2 ആൻഡ് സൈൻ π പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഈ ഫോർമുലയിൽ എക്സിന് പകരം π/3 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോർമുല എങ്ങനെ മാറും? സൈൻ പൈ പ്ലസ് π/3 ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ π/3 വിച്ച് ഇസ് ഈക്വൽ ടു -√3/2. അപ്പോൾ -√3/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് π പ്ലസ് π/3 എന്ന് പറഞ്ഞ ആംഗിൾ വരുമ്പോഴാണ്. π പ്ലസ് π/3 എന്ന് പറയുന്നതിനെ by 1 കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π പ്ലസ് π ഡിവൈഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 4π/3. അപ്പോൾ 4π/3 എന്ത് വരുന്നത്? -√3/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഈ 4π/3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -√3/2. അത് ചോദ്യമാണ്, അതുപോലെ ഞാൻ എഴുതിയതാണ്. ഈ -√3/2 എവിടെയും കിട്ടും, നമുക്ക് 4π/3 കിട്ടും. അപ്പോൾ ഞാൻ എന്ത് എഴുതാണ്? ഈക്വൽ ടു സൈൻ 4π/3 എന്ന് പറഞ്ഞ കാര്യം എഴുതാണ്. ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ഇടയിലുള്ള -√3/2 എന്ന് പറഞ്ഞ കാര്യം അടുത്ത സ്റ്റെപ്പിൽ എഴുതാതിരിക്കുക. എഴുതാതിരുന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറിയത്? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 4π/3. നമ്മുടെ ഒന്നാമത്തെ തിയറം ഒന്ന് ആലോചിക്കുക നിങ്ങൾ. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു nπ
പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ വൈ കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ അല്ല, വൈൻ്റെ സ്ഥാനത്ത് 4π/3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ, വൈക്ക് പകരം 4π/3 കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു √3. ടാൻ എക്സ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അറിയാവുന്നത് വി നോ ദാറ്റ് ടാൻ π/3 എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞു? എക്സ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? π/3 ആണ്. ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ടാൻ എക്സ് ഈക്വൽ ടു √3. അതേമാതിരി √3 എന്ന് പറയുന്ന കാര്യം കിട്ടുന്ന മെഷർമെന്റ് ആണ് π/3. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ടാൻ π/3 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. തൊട്ട് മുന്നേത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ √3 എന്ന് പറയുന്ന കാര്യം മാറ്റി നിർത്തിയാൽ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ π/3. ഇത് ഏത് ഫോമിലായി? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറഞ്ഞ രൂപത്തിലായി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ വരുന്നത് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ, വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് π/3 കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സോൾവ് ടാൻ 2x ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് π/3. ഇതിനെ സോൾവ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ ടാനിൻ്റെ ടൈമാണ്, റൈറ്റ് സൈഡിലാണെങ്കിലോ കോട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ടാനിൻ്റെ ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറഞ്ഞ തിയറം, മൂന്നാമത്തെ ആശയം ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ടാൻ π/2 പ്ലസ് എക്സ് എന്ന് പറയുന്ന കാര്യം മൈനസ് കോട്ടെക്സ് ആണ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ടാൻ കോട്ടിലേക്ക് പോകുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. പിന്നെ π/2 പ്ലസ് എക്സിൽ ടാൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഫോർമുലയിലും എന്താ വരിക? നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ ടാൻ π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോട്ടെക്സ് ആണ്. ഈ ഒരു ആശയം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ റൈറ്റ് സൈഡ് വരുന്ന കാര്യത്തിനെ ഒന്ന് മാറ്റാൻ പോവാണ്. ടാൻ 2x ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് π/3 എന്ന് പറഞ്ഞ കാര്യം എഴുതണമെങ്കിൽ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തെടുത്താൽ മതി? എക്സ് പ്ലസ് π/3 എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫോർമുലയിൽ നിന്ന് എഡിറ്റ് ചെയ്യാണ്. മൈനസ് കോട്ട് എക്സിന് പകരം എക്സ് പ്ലസ് π/3 എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ സംഭവിക്കുക? ടാൻ π/2 പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് π/3 എന്ന് പറഞ്ഞ കാര്യമായിട്ട് വരുന്നു. ഈ ഒരു കാര്യമാണ് ഞാൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നത്. ടാൻ π/2 പ്ലസ് എക്സ് പ്ലസ് π/3. ഇവിടെ π/2 പ്ലസ് π/3 എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. π/2 പ്ലസ് π/3 ഈക്വൽ ടു 3π പ്ലസ് 2π ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 5π/6. അതായത് ഇതിനെ നമുക്ക് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ടാൻ 5π/6 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എന്താണ്? ടാൻ 2x എന്ന് പറയുന്ന ആശയമാണ്. നമ്മുടെ തേർഡ് റിസൾട്ട് പറയുന്നത് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ കോമ എൻ ബിലോങ്സ് ടു ഇസഡ് ആണ്. ഇവിടെ എക്സിന്റെ പൊസിഷനിൽ നിൽക്കുന്നത് 2x ആണ്. അതുപോലെ തന്നെ വൈൻ്റെ പൊസിഷനിൽ നിൽക്കുന്നത് 5π/6 പ്ലസ് എക്സ് ആണ്. അപ്പോൾ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സിന്റെ സ്ഥാനത്ത് 2x ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ ആണ് എഴുതേണ്ടത്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5π/6 പ്ലസ് എക്സ് കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. ഇതിലെ ഈ എക്സ് എന്ന് പറയുന്നതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 2x മൈനസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് 5π/6 കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് 5π/6 കോമ എൻ ബിലോങ്സ് ടു ഇസഡ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെയിറ്റേജ് കൂടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അതോടുകൂടി ഈ സെക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഇതിന് 4 മാർക്ക് വരെ ആണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സോൾവ് സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ ടു 0. ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്യണം. അതായത് എക്സിൻ്റെ വാല്യൂസുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ സൈൻ എക്സ് മൈനസ് സൈൻ വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് മൈനസ് കോസ് വൈ എന്നീ പറഞ്ഞ ഫോർമുലാസുകളൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നതിൽ 20th ഇക്വേഷൻസുകളായിട്ട് നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെയും മുമ്പിലേക്ക് മൂവ് ചെയ്യുക. എല്ലാ ഇക്വേഷനൊന്നും വേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. പക്ഷേ ഇവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസുകൾ കുറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ 3 ടേമുകൾ വരുമ്പോൾ നമ്മളൊരു പ്രത്യേക ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്തിരുന്നു. മൂന്നാമത് നിൽക്കുന്ന ടേമിനെ കോമൺ ആയി കിട്ടുന്ന രീതിയിൽ ഓർഡർ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. ആ ഒരു ആശയം ഇവിടെയും നമ്മൾ ആലോചിക്കേണ്ടി വരും.
ഇപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറയുന്ന ലോജിക്കാണ് വരുന്നത്. പക്ഷെ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ സൈൻ 6x എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് എന്തില്ല, കോമൺ ആയിട്ട് കിട്ടില്ല. അപ്പോൾ കോമൺ ആയി കിട്ടുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ഈ കോമൺ ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആംഗിൾ മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. അന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഫോർമുലാസുകളിലെല്ലാം ആംഗിൾ പൊസിഷനിൽ ഒന്നില്ലെങ്കിൽ x+y/2 ഉണ്ടാവും, അല്ലെങ്കിൽ x-y/2 ഉണ്ടാവും. അതേപോലെ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് നേരിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ x+4x എന്ന് പറഞ്ഞാൽ 6x ആണ് വരിക, അതിൻ്റെ പകുതി 3x ആണ് വരിക. പക്ഷെ ഇവിടെ ഓൾറെഡി 6x ആണ്, അപ്പോൾ കോമൺ ആയി കിട്ടില്ല. ഇനി മൈനസിന്റെ കേസ് ആണെങ്കിലോ 2x നിന്ന് 4x പോയി കഴിഞ്ഞാൽ -2x ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ -x ആണ് വരിക. അപ്പോഴും 6x കണക്ഷൻ വരില്ല. എന്നാൽ ഇതിന്റെ ഓർഡർ ഞാനൊന്ന് മാറ്റുകയാണ്. sin 6x പ്ലസ് sin 2x മൈനസ് sin 4x = 0 എന്ന് പറഞ്ഞ് എഴുതിയാൽ 6x-ഉം 2x-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, 8x ആണ്. 8x-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്, 4x ആണ്. 4x എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് അത് കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. sin 6x പ്ലസ് sin 2x മൈനസ് sin 4x = 0. ഇവിടെ sin x പ്ലസ് sin y എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാണ്. 2 sin x പ്ലസ് y/2 cos x മൈനസ് y/2. 2 sin 6x പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2 cos 6x മൈനസ് 2x ഡിവൈഡഡ് ബൈ 2. തേർഡ് ടേം യാതൊരു വ്യത്യാസവുമില്ലാതെ താഴേക്ക് അതുപോലെ ഇറക്കി എഴുതുന്നു, =0. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 sin 4x 8x/2 വരിക, അത് 4x ആണ് വരിക. അതേമാതിരി ഇവിടെ 4x/2 2x ആണ് വരിക, അപ്പോൾ ഇവിടെ cos 2x വരും, മൈനസ് sin 4x = 0. ഈ ടൈമിലും കോമൺ ആയിട്ട് sin 4x ഉണ്ട്. sin 4x ഔട്ട്സൈഡ് നിർത്തുമ്പോൾ ബാക്കി ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു cos 2x ഉണ്ട്. ഇവിടെയുള്ള എല്ലാ കാര്യം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്, അപ്പോൾ ബാക്കി 1 ഉണ്ട്, =0. രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റ് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. sin 4x = 0 ആവാം, അല്ലെങ്കിൽ 2 cos 2x - 1 = 0 എന്ന് പറഞ്ഞ കാര്യമാവാം. ഇതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ sin x 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് nπ ആയിരിക്കണം, n belongs to z ആവണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, sin 4x = 0 implies 4x = nπ, n belongs to z. ഫോർമുല ഒന്നുകൂടി ശ്രദ്ധിക്കുക. sin x 0 ആണെങ്കിൽ x nπ ആവണം, എക്സിന്റെ വാല്യൂസുകളൊക്കെ എന്തായിരിക്കണം, പൈന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ 4x ആണ് എന്ത് വരുന്നത്, sin 4x ആണ് 0 ആവുന്നത്, അതുകൊണ്ട് തന്നെ 4x ഒക്കെ എന്താവണം, പൈന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്നത് π/4ന്റെ മൾട്ടിപ്പിൾസ് ആയാൽ മതി. ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്തിലേക്ക് പോകുമ്പോൾ 2 cos 2x എന്ന് പറയുന്നത് -1 അങ്ങോട്ട് പോകുമ്പോൾ 1 ആയിരിക്കും. cos 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1/2 ആയിരിക്കും. കോസിന് 1/2 കിട്ടുന്നത് ഏത് മെഷർമെന്റ് വരുമ്പോഴാണ്, π/3 എന്ന് പറഞ്ഞ കാര്യം വരുമ്പോഴാണ്. ഇതിലെ 1/2 എന്ന് പറഞ്ഞ കാര്യത്തിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ cos 2x = cos π/3. ഇത് ഏത് ഫോമിലായി, cos x = cos y എന്ന് പറഞ്ഞ രൂപത്തിലായി. എക്സിന്റെ പകരം 2x ഉണ്ട്, വൈക്ക് പകരം π/3 ഉണ്ട്. ഫോർമുല നമുക്കറിയാം. എന്താണ് ഫോർമുല, x = 2nπ ± y, n belongs to z. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം 2x = 2nπ ± y എന്ന് പറയുന്നത് π/3, n belongs to z. നമുക്ക് 2x അല്ല വേണ്ടത്, x ആണ് നമുക്ക് വേണ്ടത്. സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് കാണാമെന്നാണ്. അപ്പോൾ x എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ എല്ലാ ടൈമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ടൈമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ nπ ആവും, ± π/3 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ π/3 എന്ന് പറയുന്നത് എന്താണ്, 60 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി ആവും. 30 ഡിഗ്രി എന്ന് പറയുന്നതിന് എന്ത് എഴുതാം, π/6, n belongs to z. അടുത്ത ചോദ്യം, സോൾവ് 2 cos square x plus 3 sin x = 0. തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റേജ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 cos square x plus 3 sin x = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ cos square x എന്ന് പറയുന്നതിനെ നമുക്ക് 1 - sin square x എന്ന് പറഞ്ഞ് ചിന്തിക്കാം. കാരണം cos square x നോട് കൂടി sin square x കൂട്ടിയാൽ 1 ആണ്. അപ്പോൾ cos square x എന്ന് പറഞ്ഞ കാര്യം എന്തിനു തുല്യമായിരിക്കും, 1 - sin square x ന് തുല്യമായിരിക്കും. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാണ്. 2 × 1 - sin square x പ്ലസ് 3 sin x = 0. അതായത് 2 - 2 sin square x പ്ലസ് 3 sin x = 0. ഇത് sin x-ലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ sin സ്ക്വയറിൻ്റെ ടൈം എഴുതുകയാണ്. -2 sin square x പ്ലസ് അടുത്തത്
സൈൻ എക്സിന്റെ ടൈം എഴുതാണ്. അടുത്തത് കോൺസ്റ്റന്റ് ടൈം എഴുതി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇവിടെ അകത്ത് ഈ മൈനസ് എന്ന് പറഞ്ഞ കാര്യം ഒഴിവാക്കാൻ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? 2 സൈൻ സ്ക്വയർ എക്സ് മൈനസ് 3 സൈൻ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എക്സ് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് ഇവിടെ വാരിയബിൾ. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ വരിക? -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 സ്ക്വയർ 9 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിച്ച് ഇസ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞാൽ 3 ആവുന്നു പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 4 ഇൻറ്റു 2 8 ആണ്, 8 ഇൻറ്റു 2 16 ആണ്. 16ഉം 2 മൈനസും വരുന്നത് കൊണ്ട് ഇവിടെ എന്താവും? +16 എന്ന് പറഞ്ഞ ആശയമാവുന്നു ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് 5 ബൈ 4. 25ന്റെ റൂട്ടാണ് വരിക, അപ്പോൾ 5 വരും. ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. 3 പ്ലസ് 5 ബൈ 4 എന്ന് പറയുന്ന കേസ് ഉണ്ട്, 3 മൈനസ് 5 ബൈ 4 എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതിൽ ഈ ഒരു പാർട്ട് നോക്കുക നിങ്ങൾ. 8 ബൈ 4 വരിക, 2 ആണ് വരിക. സൈനിന്റെ മാക്സിമം വാല്യൂ 1 ആണ്, ഒരിക്കലും 2 വരില്ല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. ബാക്കി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 ബൈ 4 വരും, അതായത് -1/2 വരും. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് എന്ന് പറയുന്നത് -1/2 ആണ് വരുന്നത്. 1/2 വരുന്ന മെഷർമെന്റ് നമുക്കറിയാം, π/6 വരിക. അപ്പോൾ -1/2 എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സൈന് നെഗറ്റീവ് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ കൊണ്ടുവന്നാൽ മതി? സൈൻ π പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് 1/2 കിട്ടുന്ന മെഷർമെന്റ്. നെഗറ്റീവ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യുക? പൈ പ്ലസ് നമ്മൾ ചിന്തിച്ച മെഷർമെന്റ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാം? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -1/2 ഈക്വൽ ടു സൈൻ പൈ പ്ലസ് 1/2 കിട്ടുന്ന മെഷർമെന്റ് ഏതാ? π/6. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഈ -1/2 എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒഴിവാക്കി നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7π/6 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അപ്പോൾ ഇത് ഏത് ഫോമില? സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ തിയറം നമ്പർ 1 പ്രകാരം എത്ര എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു nπ പ്ലസ് -1 ഹോൾ റേസ് ടു n വൈക്ക് പകരം 7π/6 n ബിലോങ്സ് ടു z. അടുത്ത് നമുക്ക് രണ്ട് സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാറുള്ളത്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 5x ഈക്വൽ ടു 0 എന്ന് പറയുന്ന കാര്യം സോൾവ് ചെയ്ത് അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ശരിക്കും സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. അപ്പോൾ ഇത്തരം 3 ടേമുകൾ വരുന്ന കാര്യത്തിൽ ഒരു ടേം കോമൺ ആയി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 4x ആണ്. 4xന്റെ പകുതി ഒരിക്കലും 5x ആവില്ല. അതുമാതിരി ഡിഫറൻസും ഒരിക്കലും 5xലേക്ക് കണക്ഷൻ വരില്ല. എന്നാൽ 5x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 6x ആണ്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3xലേക്ക് കണക്ഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതുകയാണ്. സൈൻ 5x പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. ഇവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഫോർമുല അപ്ലൈ ആണ്. 2 സൈൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് മൂന്നാമത്തെ ടേം യാതൊരു വ്യത്യാസവുമില്ല, താഴേക്ക് ഇറക്കി എഴുതുക, ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 സൈൻ 3x 6x/2 വരിക, 3x ആണ് വരിക. കോസ് ഇവിടെ 4x/2 വരിക, അതായത് 2x വരുന്നു, പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. രണ്ട് ടേമിലും കോമൺ ആയി സൈൻ 3x ഉണ്ട്. അത് ഔട്ട് സൈഡ് നിർത്തുമ്പോൾ 2 cos 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. സൈൻ 3x 0 ആവാം, അല്ലെങ്കിൽ 2 cos 2x പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആവാം. സൈൻ 3x 0 ആവുക എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് എന്താണ്? 3x എന്ന് പറയുന്നത് പൈന്റെ മൾട്ടിപ്ലൈ ആയാൽ മതി. അതായത് 3x ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z. അതായത് x എന്ന് പറഞ്ഞാൽ എന്തായാൽ മതി? π/3ന്റെ മൾട്ടിപ്പിൾസ് ആയാൽ മതി. അപ്പോൾ x ഈക്വൽ ടു nπ/3, n ബിലോങ്സ് ടു z. ഈ ഭാഗം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ ഭാഗത്തിലേക്ക് പോകുമ്പോൾ 2 cos 2x എന്ന് പറയുന്നത് -1 ആവും. cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ആവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/2 കിട്ടുന്നത് കോസിന് എപ്പോഴാണ്? 1/2 എന്ന് പറഞ്ഞ ആശയം കിട്ടുക π/3 ആകുമ്പോഴാണ്. നമുക്കിവിടെ x എന്ന് പറഞ്ഞത് എന്ത് എടുക്കണേ വേണം? π/3 എടുത്താൽ മാത്രമേ 1/2 വരികയുള്ളൂ.
അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് കോസ് പൈ പ്ലസ് പൈ ബൈ 3 എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ മതി. അപ്പോൾ പൈ പ്ലസ് പൈ ബൈ 3 എന്തായാലും എന്താ വരുന്നത് -1/2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പറയാം. cos 2x is equal to cos 4π by 3. പൈ പ്ലസ് പൈ ബൈ 3 ബൈ 1 കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 4π by 3 എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഇത് നിലനിൽക്കുന്ന ഇപ്പോൾ ഏത് രീതിയിലാണ് cos x equal to cos y എന്ന് പറയുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താ x is equal to 2nπ plus or minus y, n belongs to z. അതേ കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2x is equal to 2nπ plus or minus y എന്നതിന് പകരം 4π by 3, n belongs to z. നമുക്ക് വേണ്ടത് x എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ x is equal to എഴുതണമെങ്കിൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ nπ plus or minus 4π by 3 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2π by 3, n belongs to. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ cos 4x equal to cos 2x. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. cos 2x എന്ന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ cos 4x minus cos 2x equal to 0. ഇത് ഏത് ഫോമിലാണ്? cos x minus cos y എന്ന് പറഞ്ഞ ഫോമിലാണ്. cos x minus cos y -2 sin x plus y by 2 sin x minus y by 2. ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് -2 sin 4x plus 2x divided by 2 sin 4x minus 2x divided by 2 equal to 0. അതായത് -2 sin 6x by 2 ആണ് വരിക, അതായത് 3x വരുന്നു. sin 4x minus 2x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x ആണ് വരിക, x മാത്രം എഴുതിയാൽ മതി, ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് പറയാം -2 ഒരിക്കലും 0 ആവില്ല. sin 3x എന്ന് പറയുന്നത് 0 ആവാം, അല്ലെങ്കിൽ sin x എന്ന് പറഞ്ഞ കാര്യം 0 ആവാം. sin 3x ആണ് 0 ആവുന്നതെങ്കിൽ 3x is equal to nπ, n belongs to z. അതായത് x is equal to nπ by 3, n belongs to z. sin x 0 ആവാന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയാം? x is equal to nπ, n belongs to z. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റേജ് കൂടിയ ആ ക്വസ്റ്റ്യൻസുകൾ, പ്രത്യേകിച്ച് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ അതേ ചോദ്യം തന്നെ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ, അത് തന്നെ എടുത്തിട്ട് നിങ്ങൾ കാണാതെ ചെയ്ത് പഠിക്കുക. ഒരു സ്റ്റെപ്പിലും വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ വേണം അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ. ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പൊതുവേ ഡയറക്റ്റായ ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിനേഷന് കണ്ടുവരുന്നുള്ളൂ. എന്തായാലും ട്രിഗണോമെട്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാനോ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണാനോ ആയ 1-2 ചോദ്യങ്ങളെങ്കിലും പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കുന്നതിൽ ഉൾപ്പെടുത്തണം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പരമാവധി അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം. ഇനി നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ കുറച്ചു ഭാഗം സപ്ലിമെൻ്ററി മെറ്റീരിയലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് നെക്സ്റ്റ് നമുക്കിനി എടുക്കാനുള്ളത്. ആ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.